ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ നമുക്കറിയാം, ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് മിസ്റ്റീരിയസ് പിക്ചർ എന്നതാണ് അല്ലേ. മിസ്റ്റീരിയസ് പിക്ചർ എന്നതിൽ ഒരു പെയിൻറ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു കഥയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്താണ് പറയുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ യു കെയിം അക്രോസ് ടെയിൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. അപ്പോൾ ടൈൽ എന്ന ആ ഒരു ക്യാരക്ടർ അല്ലേ, പെയിൻറ്ററായിട്ട് വന്നിരുന്നത് ടൈൽ എന്നൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ മിസ്റ്റീരിയസ് പിക്ചർ എന്നതിൽ. ഇൻ ദി സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹൂ ഈസ് എ പെയിൻറ്റർ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നതിൽ സ്റ്റോറിയിൽ പെയിൻറ്ററായിട്ട് വരുന്നത് നമ്മുടെ ഒരു ബോയ്, ഒരു ആൺകുട്ടിയാണ്. ഹൂ നോസ് ടു ഡ്രോ ഓൺലി കാറ്റ്സ്. അവൻ ആകെ മൊത്തം വരയ്ക്കുന്ന ഒരൊറ്റ പിക്ചറേ ഉള്ളൂ, കാറ്റ്സുകളുടെ മാത്രം. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. ഇതെന്ന് പറയുന്നൊരു ജാപ്പനീസിലെ ഒരു നാട് അല്ലെങ്കിൽ നാടോടി കഥയിൽ പെടുന്നതാണ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. അപ്പോൾ ലോങ് ടൈം എഗോ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുന്നേ ഉള്ളതാണ് അല്ലേ. ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലൊരു ചെറിയ ഗ്രാമമാണ്. ദർ ലിവ്ഡ് എ പുവർ ഫാമർ ആൻഡ് ഹിസ് വൈഫ്. അവിടെ ഒരു പാവപ്പെട്ടിട്ടുള്ള കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിക്കുന്നുണ്ട്. ഹൂ വർ വെരി ഗുഡ് പീപ്പിൾ. അവരെന്താണ് വളരെ നല്ല രീതിയിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ നല്ല പുവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഗുഡ് പീപ്പിൾസാണ്. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവർ ഒരുപാട് കുട്ടികളുള്ളപ്പോൾ അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ആൻഡ് ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years. അപ്പോൾ എൽഡർ സണ്ണിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സണ്ണാണ്. 14 years, 14 വയസ്സേ ആയിട്ടുള്ളൂ. ടു ഹെൽപ്പ് ഹിസ് ഫാദറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലിറ്റിൽ ഗേൾ ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. അപ്പോൾ ലിറ്റിൽ ഗേൾസ്, താഴെയുള്ള കുട്ടികളെല്ലാം, പെൺകുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, ദ ലിറ്റിൽ ബോയ്, യങ്ങസ്റ്റ് ചൈൽഡ് ഏതാരാണ്, ഒരു ചെറിയ ബോയാണ്. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഹി വാസ് വെരി ക്ലെവർ. അവൻ ഹാർഡ് വർക്കിനൊന്നും തന്നെ ചെയ്യാനുള്ള ഒരാളായിട്ടില്ല. ഹി വാസ് വെരി ക്ലെവർ. അവന് വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയാണ്, അതുപോലെ തന്നെ ഒരു നിഷ്കളങ്കൻ എന്നൊക്കെ പറയാം. ആൻഡ് ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. But he was quite weak and small, and people said he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. അപ്പോൾ അവൻ വളരെ വീക്കുമാണ്, അതുപോലെ ചെറുതുമാണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹീ കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ പീപ്പിൾസൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അവൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ വലുതാവുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. സോ ഹിസ് പാരൻസ് തോട്ട്, പാരൻസ് ചിന്തിക്കുന്ന ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. ഒരു ഫാർമർ ആക്കുന്നതിനേക്കാൾ നല്ലത് അവനെ ഒരു പുരോഹിതനാക്കാം എന്നതായിരുന്നു അവൻ്റെ പാരൻസ് ചിന്തിക്കുന്നത്. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അങ്ങനെ അവരത് തീരുമാനിച്ചു. They took him with them to the village temple. വില്ലേജ് ടെമ്പിളിലേക്ക് പോവുകയാണ് അവർ ഒരു ദിവസം, വൺ ഡേ. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ്. അവിടെ ഒരു പഴയ ഒരു പുരോഹിതൻ താമസിക്കുന്നുണ്ട്. If he would have their little boy for his acolyte and teach him all that his priest ought to know. അപ്പോൾ അക്കോലൈറ്റ് എന്ന് പറഞ്ഞാൽ സഹായി. അപ്പോൾ ഇവനെ എന്ത് ചെയ്യണം, ആ ഒരു പ്രീസ്റ്റ്, ഈ ലിറ്റിൽ ബോയിനെ അവർ ആ ഒരു പ്രീസ്റ്റിൻ്റെ സഹായിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ought to know. ആ പ്രീസ്റ്റ് എന്ത് ചെയ്യാനാണ്, എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഓൾഡ് മാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോയിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ക്ലെവർ were the answers that the priest agreed to take the little fellow into the temple as an acolyte. ദെൻ അതിനുശേഷം നമ്മുടെ പ്രീസ്റ്റ് എന്ത് തീരുമാനിക്കുകയാണ്, ഇവനെ സഹായിയായിട്ട് അക്കൊലൈറ്റായിട്ട് എന്ത് ചെയ്യാം, ആളുടെ കൂടെ നിർത്താമെന്ന് തീരുമാനിക്കുകയാണ്. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, അല്ലേ, എന്താണ്, എന്നിട്ട് എന്ത് ചെയ്യാം, അവന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ആയിട്ടുള്ള പുരോഹിതന്മാരുടെ പരമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാം കൊടുക്കാമെന്ന ലെവലിലേക്കാണ് അവിടെ നടക്കുന്നത്. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്, ബട്ട് ഹീ ഹാഡ് വൺ ഫോൾട്ട്. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. അപ്പോൾ എന്താണ് ആ ഒരു ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞു എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ആര് പഠിച്ചെടുക്കുകയാണ്, നമ്മുടെ ബോയ് പഠിച്ചെടുക്കുകയാണ്. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഹീ ഹാഡ് വൺ ഫാൾട്ട്, പക്ഷെ അവന് എന്താണ്, ഒരൊറ്റ തെറ്റ് മാത്രമാണ് സംഭവിക്കുന്നത്. ഹീ ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്, അവൻ പഠിക്കേണ്ട സമയത്തെല്ലാം എന്ത് ചെയ്യാണ്, പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രൗൺ അറ്റ് ഹാർ. അപ്പോൾ എന്താണ്, അവിടെയുള്ള വാൾസിലെല്ലാം തന്നെ അവിടെ അവൻ കാണുന്ന എന്താണ് ഡ്രോ ചെയ്യണം. അപ്പോൾ അവനവിടെയുള്ള കാര്യങ്ങളെല്ലാം ചിത്രം വരയ്ക്കുന്നുണ്ട്. വെനെവർ ഹീ ഫൗണ്ട് ഹിംസ് അലോൺ, എന്താണ്, അവൻ ഒറ്റയ്ക്കുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഹീ ഡ്രോസ് കാറ്റ്സ്, അവൻ എന്ത് ചെയ്യുന്നു, പൂച്ചകളെ വരയ്ക്കുന്നു. ഹീ ഡ്രൂ ദം ഓൺ ദ മാർജിൻസ് ഓഫ് ദ പ്രീസ്റ്റസ് ബുക്സ് ആൻഡ് ഓൺ ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ ആൻഡ് ഓൺ ദ വാൾസ് ആൻഡ് ഓൺ ദ പില്ലേഴ്സ്. പിന്നീട് അവൻ എന്ത് ചെയ്യുന്നു, പ്രീസിൻ്റെ പണ്ട് കാലത്തുള്ള എല്ലാ കാര്യങ്ങളുള്ള ബുക്കിലും അതുപോലെ തന്നെ എന്താണ് സ്ക്രീൻസ്, അവിടെയുള്ള സ്ക്രീനുകളിലും ടെമ്പിളിലെ സ്ക്രീനിലും വാൾസ് ചുമരുകളിലും പില്ലാസ് തൂണുകളിലും എല്ലാം തന്നെ അവൻ എന്താണ്, പൂച്ചയുടെ ചിത്രം വരച്ച് വയ്ക്കുകയാണ്. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. ചില സമയങ്ങളിൽ നമ്മുടെ പ്രീസ്റ്റ് എന്ത് പറയുന്നുണ്ട്, ഇത് നല്ല കാര്യമല്ല. ബട്ട് ഹീ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് എറ്റ്സ്, പക്ഷെ അവൻ എന്ത് ചെയ്തിരുന്നില്ല, ഡ്രോയിങ് ചെയ്യുന്ന ആ കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. അപ്പോൾ നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് എന്താണ്, അവന് എന്തിനു കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. പ്രീസ്റ്റ് ആവാനുള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ പ്രീസ്റ്റ് ആവാൻ അവനെ ഹെൽപ്പ് ചെയ്യാനൊന്നും കഴിയില്ല എന്നുള്ള കാര്യമാണ് അവിടെ അവൻ എന്താണ്, ഒരു ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് ആവാനേ പറ്റത്തുള്ളൂ. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്വലൈറ്റ്. ഒരു സഹായിയായിട്ട് നിൽക്കാൻ ആർക്ക് പറ്റില്ല, അവന് പറ്റത്തില്ല. എ ഗുഡ് അക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. നല്ലൊരു പുരോഹിതൻ എന്തേ ചെയ്യത്തുള്ളൂ, ബുക്കുകൾ സ്റ്റഡി ചെയ്യുള്ളൂ, അല്ലേ. One day after he had drawn some very clever pictures of cats upon paper screen, the old priest said to him severally. ഒരു ദിവസം എന്താണ്, കുറച്ച് ക്ലെവർ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കുകയാണ്, ആരുടെ, കാറ്റിൻ്റെ ഒരു പേപ്പർ സ്ക്രീനിൽ. ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ് ടു ഹിം സെവർലി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് പറയുന്ന കാര്യം, മൈ ബോയ് യു മസ്റ്റ് ഗോ എവേ ഫ്രം ഹിസ് ടെമ്പിൾ അറ്റ് വൺസ്. അപ്പോൾ നീ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, യു ടെമ്പിൾ വിട്ട് പോകാനായിട്ട് പറയുകയാണ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്ക് എന്താവാൻ പറ്റത്തില്ല, നല്ലൊരു പ്രീസ്റ്റ് ആവാനായിട്ട് പറ്റില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ നിനക്ക് എന്താവാൻ കഴിയും, മികച്ച ഒരു കലാകാരനാവാനായിട്ട് നിനക്ക് സാധിക്കും. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. പക്ഷെ ഞാൻ നിനക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒരു ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്, ഒരു അവസാനത്തെ അഡ്വൈസ് ഞാൻ തരാം. ആൻഡ് ഹീ ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഇത് ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, മറന്നു കളയരുത്. എന്താ കാര്യം, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ വലിയ ഇടങ്ങൾ ഒഴിവാക്കി ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു അഡ്വൈസ്. ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മീൻ ബൈ സേയിങ്. ആ സമയത്ത് അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആ ഒരു കാര്യം പറയുന്നതെന്ന് നമ്മുടെ ബോയ്ക്ക് മനസ്സിലാവുന്നില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. ഹി തോട്ട് ആൻഡ് തോട്ട്. എന്തിനാണ് ഈ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞ് ചെറുത് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ചെറുത് കീപ്പ് ചെയ്യാൻ പറയുന്നത് എന്ന് അവൻ ഒട്ടും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. While he was tying up his little bundle of clothes to go away, but he could not understand. അപ്പോൾ എന്താണ് ആ സമയം, അവൻ്റെ ഒരു ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്, അവന് കുറച്ച് തുണികളെല്ലാം ഒരു ബണ്ടിലായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് അവൻ എന്ത് ചെയ്യാണ്, പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും അവൻ എന്ത് ചെയ്യില്ല, കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവുന്നില്ല ദോസ് വേർഡ്സ്, അദ്ദേഹം പറഞ്ഞ ആ വേർഡ്സുകൾ. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അത് പറഞ്ഞതിന് ശേഷം അവൻ എന്താണ്, നമ്മുടെ പ്രീസ്റ്റിൻ്റെ അടുത്ത് യാത്ര പറയാൻ പോലും എന്തായിരുന്നു, പേടിയായിരുന്നു. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. If he went straight home,
he felt sure his father would punish him for having been disobedient to the priest. അപ്പോൾ അവൻ ആ ടെമ്പിളിൽ നിന്ന് എന്താണ് വളരെ അതായത് സങ്കടത്തോടെ കൂടി ഇറങ്ങി വരികയാണ്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. പിന്നീട് അവന് വണ്ടർ അത്ഭുതത്തോടെ അങ്ങനെ നിൽക്കുകയാണ്, എന്താണ് ചെയ്യുക. ഇഫ് ഹി ഫാൻഡ് സ്ട്രൈറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ്. അല്ലേ, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പണിഷ് ചെയ്യും. എന്തിനാണ്? പ്രീസ്റ്റിൻ്റെ അടുത്ത് നല്ല രീതിയിലേക്ക് പെരുമാറാത്തതുകൊണ്ട്, നല്ല രീതിയിലേക്ക് നിൽക്കാത്തതുകൊണ്ട്. സോ ഹി വാസ് അഫ്രേഡ് ടു ഗോ ഹോം. അതുകൊണ്ട് അവൻ എന്താണ്? വീട്ടിലേക്ക് പോവാൻ പേടിച്ച് നിൽക്കുകയാണ്. At all once he remembered that at the next village 12 miles away, അവിടെ നിന്ന് അടുത്ത വില്ലേജിലേക്ക് ഒരു 12 മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സാണ് കേട്ടോ, ദൂരമുണ്ട്. ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ. അവിടെ എന്താണ്? ഒരു വലിയ അമ്പലമുണ്ട്. ഹി ഹാഡ് ഹിയർഡ് ദർ were several priests at the temple. അവിടെ എന്തായിരിക്കാം? മറ്റൊരു പ്രീസ്റ്റ് ഉണ്ടാകാം. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്വലൈറ്റ്. അവിടെ ചെന്നിട്ട് അവരെ കണ്ടിട്ട് എന്ത് ചെയ്യാം? എന്നെ അക്വലൈറ്റ്, ഒരു സഹായിയായിട്ട് നിർത്തുമോ എന്ന് എന്ത് ചെയ്യാം ചോദിക്കാം എന്നുള്ള കാര്യമായിട്ട് അവൻ മുന്നോട്ടിങ്ങനെ നടക്കാനായിട്ട് എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണ് കേട്ടോ. ഓക്കെ.